സി ബോബി ഫിയോക്കിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ എം സി ബോബി, താങ്കൾ ഏതാണ്ട് 50 കൊല്ലത്തോളം മലയാള സിനിമാ രംഗത്തുണ്ട്. ആദ്യം തിയേറ്റർ ഉടമയായിട്ട് വരുന്നു, പിന്നീട് നിർമ്മാതാവ് എന്ന വേഷം കൂടി താങ്കൾ അണിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഗതിവിഗതികൾ താങ്കൾക്ക് അറിയാവുന്നതാണ്. ഇതുവരെ ഒരു സിനിമയ്ക്കും കിട്ടാത്ത പ്രൊമോഷൻ, അതുപോലെ തന്നെ പ്രീ ബുക്കിംഗ് ഇതും കിട്ടിയ ഒരു സിനിമയാണല്ലോ എമ്പുരാൻ. എങ്ങനെയാണ് ഈ പ്രീ ബുക്കിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ? 50 കോടിയിലധികം ഇതിനകം തന്നെ കളക്ഷൻ വന്നു കഴിഞ്ഞു എന്നാണല്ലോ. അതിന്റെ ഒരു യഥാർത്ഥ കണക്ക് എങ്ങനെയാണ്? ഇതിൽ ഈ നഗര ഗ്രാമ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ എല്ലായിടത്തും തിയേറ്റർ ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളതാണല്ലോ. എന്താണ് അതിന്റെ ഒരു കണക്ക്? ഇതിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ സിനിമ തിയേറ്ററുകൾ, ഇപ്പൊ ലൂസിഫർ പറയുന്ന പടം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പണ്ടും നല്ല രീതിയിൽ ഓടിയ ഒരു പടമാണ്. ആ പടം വീണ്ടും അതിന്റെ സെക്കൻഡ് പാർട്ട് എന്നും പറഞ്ഞ് വളരെ നല്ല രീതിയിലൂടെ അത് എടുത്തു വരുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഇതിന്റെ നിർമ്മാതാവിനും ഡയറക്ടർക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജനം ഫസ്റ്റ് ഡേ തന്നെ, അതായത് ഒരു പടത്തിനും പണ്ട് ഈ ഇംഗ്ലീഷ് ചിത്രങ്ങൾക്ക് ടൗൺ ഏരിയകളിൽ, നഗരങ്ങളിലുള്ള തിയേറ്ററുകളിൽ ഫുള്ളാവാറുണ്ട്, ഒരു പോസ്റ്റ് പോലും മുട്ടിക്കാതെ. ഇത് അതിനേക്കാളും ഭയങ്കരമായ ഒരു അത്ഭുതം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരാഴ്ച മുമ്പ് ഈ ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 1 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ ഒരു ദിവസം ഫുള്ളാവാൻ സാധിച്ചിരിക്കുന്നു. അത് ഗ്രാമമൊന്നുമില്ല, ടൗണൊന്നുമില്ല, കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും, ഓടുന്ന എല്ലാ തിയേറ്ററുകളിലും ഫുൾ സ്വിംഗിൽ പോകുന്നു. മാത്രവുമല്ല, ഒരാഴ്ചയിലേക്കുള്ള ടിക്കറ്റുകൾ തന്നെ പോയിരിക്കുകയാണ്. അതൊരു മഹാ അത്ഭുതം തന്നെ ആണ്. പണ്ടൊക്കെ ഒരു പരസ്യങ്ങൾ ചെയ്യണം, പത്രപരസ്യം, അതുപോലെ തന്നെ നോട്ടീസ് വിതരണം ചെയ്യുന്നു, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, മൈക്ക് പരസ്യം ചെയ്തു, അങ്ങനെയെല്ലാമാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകൊണ്ടിരുന്നത്. ഇതങ്ങനെയല്ല. ഈ പടത്തിന്റെ ഹൈപ്പ് കൊണ്ട്, അതായത് ഈ ലൂസിഫറിന്റെ 2ാം ഭാഗം എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ അതിനേക്കാളും ഗംഭീരമാകുമെന്നുള്ള ആ ഉൾക്കൊള്ളുകൾ ജനങ്ങളിൽ ഉണ്ടായിക്കൊണ്ട് ഇന്ന് തന്നെ കാണണം എന്നുള്ള രീതിയിൽ ബുക്ക് മൈ ഷോയിലേക്ക് ഇട്ടപ്പോൾ തന്നെ 1 മണിക്കൂറിനകം ആദ്യത്തെ ഷോ ഫുള്ളായി. അതും ടൈം 6 മണി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജനങ്ങളെ അത്രമാത്രം ഈ മലയാള ചിത്രം ആകർഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഫിയോക്കിന്റെ പ്രതിനിധി ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയം ഉള്ളതാണ്. കൊച്ചിയിൽ എമ്പുരാന്റെ പ്രൊമോഷൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി താരങ്ങൾ എത്തിക്കഴിഞ്ഞു. മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവർ എത്തിയിട്ടുണ്ട്. സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. ഉടൻ തന്നെ എമ്പുരാന്റെ പ്രൊമോഷൻ ഇപ്പോൾ കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ്. ഇതുവരെ കേരളത്തിന് വെളിയിലായിരുന്നു പ്രൊമോഷൻ നടന്നിരുന്നത്. ശ്രീ എം സി ബോബി, ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ എന്നാണല്ലോ. കാരണം ഇന്നലെയാണല്ലോ പോസ്റ്ററുകൾ വന്നത് തന്നെ. അപ്പോൾ ഈ ഒരു പ്രചാരണത്തിൽ പോലും, സിനിമയുടെ പ്രൊമോഷനിൽ പോലും തികച്ചും പ്രൊഫഷണലായ ഒരു രീതി കടന്നു വന്നിരിക്കുകയാണല്ലോ. അത് നിങ്ങളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുമുണ്ടല്ലോ. ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതല്ല, ഞങ്ങളുടെ തിയേറ്ററുകാർക്ക് ഈ കുറച്ച് നാളുകളായിട്ട് വളരെയധികം മോശമായ കഷ്ടത്തിലാണ് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പടം വന്നതോടുകൂടി ഭയങ്കരമായി അവരുടെ മനസ്സ് തന്നെ ഒന്ന് തണുത്തിരിക്കുകയാണ്. കാരണം നാളത്തേക്കുള്ള കടങ്ങളെല്ലാം വീട്ടാൻ ഉള്ള ഒരു സംഭ്രമം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊരു തോന്നൽ ഓരോ തിയേറ്ററുകാർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രവുമല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പോസ്റ്ററോ അതുപോലെ തന്നെ ഒരു ഫ്ലെക്സോ ഇന്നലെയാണ് ഞങ്ങളുടെ തിയേറ്ററുകളിൽ കിട്ടുന്നത്. ഞങ്ങളുടെ തിയേറ്ററുകളിൽ ഫുള്ളായത് കഴിഞ്ഞ ഫ്രൈഡേ ആണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോ ഈ ചിത്രം ഞങ്ങൾ മലയാള സിനിമയ്ക്ക് തന്നെ, മലയാള ചലച്ചിത്ര വേദിക്ക് തന്നെ ഒരു വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.